കേരളത്തിലെ 1 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് ആനുകൂല്യം പ്രഖ്യാപിച്ച ഇതുപോലെ ഒരു പദ്ധതി ഇതിനു മുമ്പ് ഒരിക്കലുണ്ടായിട്ടില്ല. 1 കോടിയിലധികം ആൾക്ക് ഒറ്റയടിക്ക് ഒരു മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഈ നവംബർ 1 ഇന്നലെ മുതൽ ആനുകൂല്യം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഒരു സംവിധാനം ഇതിനു മുമ്പ് പറയാൻ പറ്റില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള വെപ്രാളത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം. അതാണ് കാര്യം. വലിയ വെപ്രാളത്തിലാണ്. ഇനി എങ്ങനെ ഇതിനെ നേരിടും എന്നുള്ളതാണ്. അത് വെച്ചാണ് കളവിങ്ങനെ അടിച്ച് പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നവംബർ 1 മുതൽ നടപ്പിലാക്കുക. 31.43 ലക്ഷം നമ്മുടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർക്ക് 1000 ഉറുപ്പിക പ്രകാരം കൊടുക്കുകയല്ലേ. ആ പദ്ധതി ഇന്നലെ മുതൽ ആരംഭിച്ചില്ലേ. 31 ലക്ഷത്തിലധികം ആൾക്കാർ, 31.34 ലക്ഷം ആളുകൾക്കാണ് ആ ആനുകൂല്യം കിട്ടാൻ പോകുന്നത്. 62 ലക്ഷം ആളുകൾക്കാണ് 400 ഉറുപ്പിക ഒറ്റയടിക്ക്. നമ്മളവിടെല്ലാം കാര്യങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു 100 ഉറുപ്പിയെങ്കിലും വർദ്ധിപ്പിക്കേണ്ടിയുണ്ട്. കാരണം പ്രയാസത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു, കഴിഞ്ഞ പ്രകടന പത്രികയിൽ, ഇപ്രാവശ്യമല്ല അതിന് മുമ്പുള്ള പ്രകടന പത്രികയിൽ ഞങ്ങൾ എത്രയാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പത്രക്കാർക്ക് നിങ്ങൾക്കാണല്ലോ ഓർമ്മയുണ്ടാവേണ്ടത്. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക്, കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ളവർക്ക് എത്രയായിട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞേ? അല്ല, ഇതെല്ലാം ഞാൻ ഈ ഇലക്ഷനല്ല, ഇതിനപ്പുറത്തെ ഇലക്ഷനാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നില്ല, അത് പറയാം. 1000 പറഞ്ഞ ഞങ്ങൾ. പക്ഷേ ആ 1000 എന്നുള്ളത് എത്രയാക്കി? 1600 ആക്കി. ഞങ്ങൾ ഇപ്രാവശ്യം എത്രയാണ് പറഞ്ഞത്? 2500. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 2500 2 ലക്ഷം കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടത് തരാതെ, 10,000 കോടി ഉറുപ്പിക നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ പൈസ തരാതെ ഞങ്ങളിപ്പോൾ 1600 നിന്ന് 2000 ആക്കി. ഇനി ഈ പണമൊക്കെ കിട്ടിയാൽ ഞങ്ങൾ 2500 ആക്കും. ഞങ്ങൾ പറഞ്ഞു വെച്ചത് 2500 ആണല്ലോ. ആ 2500 ആക്കും. ആളുകളുടെ ധാരണ എന്തായാലും എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു 100 ഉറുപ്പിയെങ്കിലും വർദ്ധിപ്പിക്കുമോ? ഏത്? ഈ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട പണമില്ലേ? തരുന്നില്ലല്ലോ. കുടിശ്ശിക മാത്രമല്ല, നമുക്ക് തരേണ്ടുന്ന, നമുക്ക് അവകാശപ്പെട്ട, കേരളത്തിന് അവകാശപ്പെട്ട പണം തരുന്നില്ല. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ലക്ഷം കോടി വരും. അത് ചെറിയ പണമൊന്നുമല്ല. അപ്പോൾ ആ പണമൊന്നും നമുക്ക് തരുന്നില്ല. തരാതെ പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക വിഷമം. ആ വിഷമം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ മണി മാനേജ്മെൻറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തിട്ടാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉപരോധം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട. 2500 എന്ന് പറയുന്നത് ഇവിടെ ആരോ പറഞ്ഞ പോലെ വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കീഴ്വഴക്കനുസരിച്ചാണെങ്കിൽ 1000 പറഞ്ഞിട്ട് 1600 ആക്കിയതുപോലെ 2500 പറഞ്ഞിട്ട് വേണമെങ്കിൽ 3000 ആക്കും. പറഞ്ഞ അവസായ അതന്നെ എഴുതിക്കോ. അല്ല, ജനങ്ങൾ പ്രതീക്ഷിക്കും. എന്താ അതിന് ഗ്യാരണ്ടി ഞാൻ പറഞ്ഞില്ലേ? എന്താ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട 2 ലക്ഷം കോടി ഉറുപ്പിക തരണം. വെറുതെ ഒട്ടുമില്ല. അതെന്താ നിങ്ങൾ പറയാതെ? ഒരൊറ്റ പത്രത്തിന് ഒരു എഴുത്തും വരുന്നില്ലല്ലോ, ഒരു സിംഗിൾ വാചകം വരുന്നില്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടത് പണം കേരളത്തിന് കൊടുക്കും. അതാ എഴുതണ്ട്. നിങ്ങൾ ഹെഡിങ് എഴുതാൻ ധൈര്യമുണ്ടെങ്കിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടുന്ന 2 ലക്ഷത്തിലധികം കോടി ഉറുപ്പിക കേരളത്തിന് അനുവദിച്ചാൽ 2500 എന്ന് പറഞ്ഞ വാഗ്ദാനം 2500 അല്ല 3000 ആക്കി വർദ്ധിപ്പിക്കുന്നു. എഴുതു. ധൈര്യം ഉണ്ടെങ്കിൽ എഴുതു. ഒരൊറ്റ ഒരുത്തരും എഴുതൂല എന്ന് എനിക്കറിയാം. നാളെ വെല്ലുവിളിച്ചിട്ട് ഞാൻ പറയുന്നത്. ധൈര്യത്തോടുകൂടി നിങ്ങൾ എഴുതുന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ പറ. ടി വി വെച്ചാൽ നോക്കാം. ടി വി വെച്ചാൽ നോക്കാം. നോക്കാം. വരട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും, കൃത്യമായിട്ട് വിശ്വസിക്കും. അതിനെന്താ സംശയം? ഞങ്ങൾ പറഞ്ഞത് എന്താണോ അത് നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്.
ഞാൻ ഈ പറഞ്ഞതും വളരെ കറക്റ്റാണ്. 2 ലക്ഷം കോടി റുപ്യ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് തരേണ്ടുന്നത് ഉപരോധം മാറ്റി ആ 2 ലക്ഷം കോടി റുപ്യ ഞങ്ങൾക്ക് തന്നാൽ കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള ഈ അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് 2000 റുപ്യ ഇപ്പോൾ കൊടുത്തത് 2500 റുപ്യ കൊടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത് അധികരിച്ച് 3000 റുപ്യ കൊടുക്കും. പറ. ഉറപ്പാണ് ഈ ഗ്യാരണ്ടിയിൽ. മനസ്സിലായില്ലേ? ഈ ക്ലോസിൽ